സമ്പൽ സമൃദ്ധിയും കാര്യസിദ്ധിയും നൽകും ഒരു വിഷ്ണു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വിഷ്ണു ഭഗവാൻ തൂണിലും തുരുമ്പിലും വരെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ്. എല്ലാത്തിനും കാരണഭൂതനായ ദൈവമായതിനാൽ ആദി എന്നും മഹാവിഷ്ണുവിനെ വിളിക്കുന്നു. എല്ലാം അറിയുന്നവൻ എന്നാണ് മഹാവിഷ്ണു എന്ന പദത്തിൻ്റെ അർത്ഥം. സകല ചരാചരങ്ങളെയും പരിപാലിക്കുന്ന ഭഗവാനാണ് ശ്രീഹരി. മോക്ഷദായകനായതിനാൽ ഭഗവാൻ പരമാത്മാവാകുന്നു. എന്ത് കാര്യത്തിനും ആശ്രയിക്കാവുന്ന ദേവനായതിനാലാണ് മഹാവിഷ്ണു നാരായണനാകുന്നത്. ഭഗവാന്റെ കയ്യിലെ സുദർശനം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദിനാരായണനെ ആശ്രയിച്ചാൽ എന്ത് കാര്യവും ഏതാഗ്രഹവും സഫലമാകും, എല്ലാ ഐശ്വര്യവും ലഭിക്കും. അതിന് പറ്റിയ വിഷ്ണു ഗായത്രി മന്ത്രം തികഞ്ഞ ഭക്തിയോടെയും ശുദ്ധിയോടെയും വിഷ്ണു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ദിവസവും രാവിലെയും സന്ധ്യയ്ക്കും ജപിക്കാം. രാവിലെ ജപിക്കുന്നത് ഉത്തമമാണ്. 108 തവണ ജപിക്കാവുന്നതാണ്. അതിന് സാധ്യമല്ലെങ്കിൽ കുറഞ്ഞത് 11 തവണയെങ്കിലും ജപിക്കുക. തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും ശുദ്ധിയോടും കൂടി ജപിക്കുക. വിഷ്ണു ഗായത്രി മന്ത്രം ഇതാണ്: ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. വിഷ്ണു ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുക. സർവ്വ ഐശ്വര്യവും വന്നു ചേരും. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാകും. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സർവ്വ ഐശ്വര്യം വന്നു ചേരും. ഏതൊരാഗ്രഹവും സാധ്യമാകുന്നതിനും ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നതിനും ഈ മന്ത്രം നിത്യവും ജപിക്കാം. ഭയവും ആശങ്കകളും എല്ലാം മാറി മനസ്സിന് ശാന്തത കൈവരും. വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പൂർണ്ണ സംരക്ഷണം നമുക്ക് ലഭിക്കും. നിത്യവും രാവിലെ കുളിച്ച് ശുദ്ധിയായി ജപിക്കാം. സന്ധ്യയ്ക്കും ജപിക്കാവുന്നതാണ്. കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് അഭിമുഖമായി ഇരുന്ന് വേണം ജപിക്കാൻ. ദിവസവും 9 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 108 തവണ ജപിക്കാവുന്നതാണ്. 108 തവണ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. എല്ലാ മന്ത്രങ്ങളുടെയും മാതാവായ ഗായത്രി മന്ത്രം ഒരു തവണ ജപിച്ച ശേഷം വേണം വിഷ്ണു ഗായത്രി മന്ത്രം. 9 തവണയാണെങ്കിൽ 9 തവണ അല്ലെങ്കിൽ 11, 108 തവണകളൊക്കെ ജപിക്കാവുന്നതാണ്. ആദ്യം ഗായത്രി മന്ത്രം, മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം ഒരു തവണ ജപിക്കണം. ഗായത്രി മന്ത്രം ഇതാണ്: ഓം ഭൂർ ഭുവസ്വഹ തത്സവിതുർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അപ്പോൾ എല്ലാവർക്കും മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.